അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞില്ലേ, ബൈത്തുൽ മുഖദ്ദസിൽ പോകുമ്പോൾ എല്ലാ നബിമാരുടെയും ഇമാമായിട്ട് റസൂലുള്ളാഹി നിസ്കരിച്ചു. അതിലുപരി മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നതായി കണ്ടു എന്നൊക്കെ കിതാബുകളിൽ കാണാം. പലർക്കുമുള്ള സംശയമാണ്, എങ്ങനെയാണ് ഇപ്പോൾ ഈ മരിച്ച ആളുകളൊക്കെ ഹയാത്തായിട്ട് കണ്ടു എന്നൊക്കെ റസൂലുള്ളാഹി എങ്ങനെ പറയുക? പക്ഷേ പറഞ്ഞത് റസൂലുള്ളാഹിയല്ലേ, വിശ്വസിച്ചല്ലേ നമുക്ക് പറ്റൂ. മരിച്ചാൽ വിളി കേൾക്കുമോ? അതൊക്കെ ഒരു വലിയ ചോദ്യമാണ്. വലിയ പണ്ഡിതന്മാരൊക്കെ അതിന് മറുപടിയൊക്കെ എത്രയോ പറഞ്ഞതാണ്. ഇപ്പോഴും അതിൻ്റെ സംവാദങ്ങളൊക്കെ നടക്കുന്നതാണ്, നമ്മളൊക്കെ കാണുന്നവർ. നമ്മളൊക്കെ ഖബറാളികളുടെ അടുത്തൊക്കെ പോകുമ്പോൾ അവർക്ക് സലാം പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ നമ്മളെ പഠിപ്പിക്കണമെങ്കിൽ ആ ഖബറാളികളൊക്കെ അത് കേൾക്കും എന്നല്ലേ അവിടെ വരുന്നത്. അതിലുപരി ബുഖാരിയും സ്വഹീഹ് മുസ്ലിമിലൊക്കെ ഒരു ഹദീസൊക്കെ കാണാം, ഖബറാളികളെ ഖബറിൽ വെച്ച് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ ശബ്ദം വരെ ആ ഖബറാളികളൊക്കെ കേൾക്കുമെന്ന്. അപ്പോൾ റസൂലുള്ളാഹി അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രയോ വലിയ കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ടാവും, അല്ലാതെ അത് പറയില്ലല്ലോ. സ്വാഭാവികമായി ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിച്ചാൽ ഒരു മരിച്ചൊരു വ്യക്തി അദ്ദേഹത്തിന് സ്വയം എഴുന്നേറ്റ് നിൽക്കാനോ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തതാണല്ലോ നമ്മുടെയൊക്കെ വിശ്വാസപ്രകാരം, നമ്മൾ നേരിട്ട് കാണുന്ന പ്രകാരം. എന്നാൽ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അവ മരിച്ച വ്യക്തി കേൾക്കുമെന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം? ഞാനൊരു ഉദാഹരണമായി പറഞ്ഞാൽ, എൻ്റെ കയ്യിലുള്ളത് ഒരു പേനയാണ്. ഈ പേനയെ ഒരു ശരീരമായി സങ്കല്പിക്കുക. ഈ ശരീരത്തിൽ നിന്നും ഇതിൻ്റെ റൂഹിനെ ഞാൻ ഇങ്ങോട്ട് ഊരിയെടുത്താൽ, അതായത് ഈ ശരീരത്തിൽ നിന്നും അതിൻ്റെ ആത്മാവിനെ ഇങ്ങോട്ട് ഊരിയാൽ ഈ ശരീരം വെറും ഒരു ഡെഡ് ബോഡിയാണ്, അനക്കമില്ലാത്ത ശരീരമാണ്. അതിൻ്റെ കാര്യങ്ങൾ അതിന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ശരീരമായി മാറി. ഇതിനെയാണ് നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുന്നത്. എന്നാൽ അവരോട് തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശരീരത്തിൽ നിന്നും ഊരിയെടുത്ത ഈ ആത്മാവിനെ അല്ലല്ലോ ഖബറിൽ ഇറക്കി വെച്ചത്, ഈ ശരീരത്തെയല്ലേ. അപ്പോൾ ഇതിൽ നിന്നും ഊരിയ ഈ ആത്മാവ് നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുമോ ഇല്ലയോ? റസൂലുള്ളാഹി പറയുകയാണ്, നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ ശബ്ദം പോലും ഖബറാളികൾ കേൾക്കും. അപ്പോൾ ഹദീസ് എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? അങ്ങനെ തള്ളിക്കളഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ചര്യയിൽ നിന്ന് മാറിയവനായില്ലേ? ഒരു കോളേജിനൊരു യൂണിഫോമുണ്ട്. ഏത് കോളേജ് എടുത്താലും അതിനൊരു യൂണിഫോമുണ്ട്. ആ യൂണിഫോം അംഗീകരിക്കുന്നവരെ, അത് ഇട്ട് വരുന്നവരെ ആ കോളേജിൽ പഠിക്കാൻ അർഹതയുള്ളൂ. അല്ലെങ്കിൽ വേറെ എത്രയോ കോളേജുകളുണ്ട്, പ്രൈവറ്റായിട്ട് പഠിക്കുന്ന കോളേജുകളുണ്ട്, മറ്റുള്ള കോളേജുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ പോയി ജോയിൻ ചെയ്യാം. പക്ഷേ അതേപോലെ തന്നെ ഇസ്ലാമിൽ അടിയുറച്ച ഒരു ഇസ്ലാം വിശ്വാസിയാണെന്ന് പറയണമെങ്കിൽ റസൂലുള്ളാഹിൻ്റെ പ്രവർത്തികൾ സ്വീകരിക്കുന്നവരാവണം, റസൂലുള്ളാഹി കൽപ്പിച്ച കാര്യങ്ങൾ പിൻപറ്റുന്നവരാവണം. അങ്ങനത്തെ ഒരു വ്യക്തിയെയാണ് യഥാർത്ഥ മുസ്ലിമായി സങ്കല്പിക്കുക, കണക്കാക്കപ്പെടുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്നും മാറി ചിന്തിക്കുന്നവർ യഥാർത്ഥ വിശ്വാസിയാകുമോ? അങ്ങനെ ആണെന്ന് പറയുന്നവർ ഈ ഹദീസിനെ അവർ വിശ്വസിക്കുമോ? വിശ്വസിച്ചാൽ അവരുടെ ആകെ പ്രശ്നമാവില്ലേ? മഹാന്മാരെ സഹായത്തിന് വിളിക്കാൻ പറ്റുമോ? അങ്ങനെ വിളിക്കണമെങ്കിൽ വിളി കേൾക്കാൻ പറ്റുന്ന മഹാന്മാർ നമ്മുടെ നേതൃത്വത്തിലൊക്കെ വേണം. നമുക്കെന്തെങ്കിലും പ്രയാസം വരുമ്പോൾ സ്വഹാബത്ത് കാണിച്ചു തന്നില്ലേ, അവർക്കൊരു പ്രയാസം വരുമ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയിട്ട് സഹായം ചോദിച്ചത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം അവിടുത്തെ ചാരത്ത് പോയി, ആ ഷറഫാക്കപ്പെട്ട ശരീരത്തിൻ്റെ അടുത്ത് പോയി റസൂലുള്ളാഹിനെ സഹായം തേടി ദുആ ചെയ്ത് നമ്മളൊക്കെ പഠിച്ചവരാണ്. എത്രയോ സഹാബികൾ, ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് ദുആ ചെയ്ത് നമ്മളൊക്കെ പഠിച്ചവരാണ്. അങ്ങനെ എത്രയോ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ മഹാന്മാരെ വിളിച്ച് ദുആ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ മഹാന്മാർ നമ്മുടെ മുന്നിൽ വേണം. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് പഠിപ്പിച്ചത് നമ്മുടെ ഉസ്താദുമാരാണ്, കളവ് പറയാത്തവരാണ് നമ്മുടെ ഉസ്താദുമാർ. അവർ പഠിപ്പിച്ചതെന്ന് ഹക്കാണെന്ന് സാധാരണ ഒരു ബുദ്ധിയിൽ ചിന്തിച്ചാൽ നമുക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ പഠിപ്പിച്ചതെന്ന് അതേ മാർഗത്തിൽ നമുക്ക് പോകാം. നമ്മുടെ തലമുറയെ അതേ രൂപത്തിൽ തന്നെ കൊണ്ടുപോകണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.